അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ് പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ നമ്മൾ പറയില്ലേ. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ പറയില്ലേ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഹാഡാണ് കേട്ടോ. അപ്പോൾ ഹാഡ് പ്ലസ് ആ വെർബ് വരുമ്പോൾ V3 ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മളെന്താണ് ഞാൻ പറഞ്ഞത് എന്താണ് ഉണ്ടായിരുന്നു ഉള്ളത് എന്താണ്, എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു, എനിക്ക് കാർ ഉണ്ടായിരുന്നു, എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു ഒക്കെ ഹാഡ് ഉപയോഗിച്ചല്ലേ. ഐ ഹാഡ് എ സൈക്കിൾ, ഐ ഹാഡ് എ ബൈസിക്കിൾ, ഐ ഹാഡ് എ ലാപ്ടോപ്പ്, ഷീ ഹാഡ് എ ലാപ്ടോപ്പ്, ഹി ഹാഡ് എ ബൈസിക്കിൾ അല്ലേ. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ ഹാഡാണ് ഉപയോഗിച്ചത്. ഇനി ഇത് വെർബാണ് കേട്ടോ, അതായത് ക്രിയ ചെയ്യാണ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഇതൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് V3. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഉണ്ടായിരുന്നു അല്ലേ. പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു ഉള്ള ഇതാണ് വരുന്നത് അല്ലേ. ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് അല്ലേ. വെർബാവുമ്പോൾ നമ്മൾ എന്താണ് ഹാഡിന്റെ കൂട്ടത്തിൽ V3 ആണ് അല്ലേ. എന്താ വെർബിന്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എങ്ങനെ പറയാ, ഞാൻ ആയി അല്ലേ. അപ്പൊ ആയി എന്താ പോയിട്ടുണ്ടായിരുന്നു എന്നല്ലേ. പോയി എന്നുള്ളത് എന്താ പറയാ, എന്താണ് ഗോ അല്ലേ. അപ്പൊ ഗോന്റെ V3 എന്താണ് ഗോൺ അല്ലേ. അപ്പൊ എന്താണ് പോയിട്ടുണ്ടായിരുന്നു ഉള്ളത് എന്താ ഹാഡ് പ്ലസ് ആണ് അല്ലേ. അപ്പൊ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി എന്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും, ഐ ഹാഡ് കം അല്ലേ. ഇനി എന്താണ് അവൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ, അവൾ എന്നുള്ളത് എന്താ പറയാ ഷീ അല്ലേ. ഷീ. പിന്നെന്താണ് ഹാഡ്. വന്നു എന്നുള്ളത് എന്താണ് കം അല്ലെ. കമ്മിന്റെ V3 ഫോം എന്താ കം, കെയിം, കം ആണ് അല്ലെ. അപ്പൊ കം അല്ലെ. അപ്പൊ ഷീ ഹാഡ് കം. ഓക്കെ. പിന്നെ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും, ഷീ ഹാഡ്. ഡൂന്റെ V3 ഏതാണ് ഡൺ അല്ലെ. അപ്പൊ ഷീ ഹാഡ് ഡൺ. ഇനി അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും, ഹി അല്ലെ. അവൻ എന്നുള്ളത് എന്താണ് ഹി. പിന്നെന്താണ് ചെയ്യുക എന്നുള്ളത് ഡു ആണ്, അത് V3 ഫോം ഡൺ അല്ലെ. അപ്പം ഹി ഹാഡ് ഡൺ അല്ലെ. അപ്പൊ ഹാഡ് ആണ്, ഹാഡ് പ്ലസ് V3 ആണ്. ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എന്താണ് ഹാഡിന്റെ കൂടുതൽ വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ് ഹി ഹാഡ് ഡൺ, അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ, ഹി ഹാഡ് എങ്ങനെ പറയാ ടെൽ, ടോൾഡ്, ടോൾഡ് അല്ലെ. അപ്പൊ ടോൾഡ് അല്ലെ, ഹി ഹാഡ് ടോൾഡ്. ഇനി അവർ എന്താണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും, അവർ എന്നുള്ള എങ്ങനെ പറയാ ദേ അല്ലെ. ദേ എന്താ ഹാഡ് അല്ലെ. കളിക്കുക എന്നുള്ളത് പ്ലേഡ് അല്ലെ. അപ്പൊ ദേ ഹാഡ് പ്ലേഡ്, അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെന്താ വരുന്നത്, അപ്പം ഈ ഹാഡ് എന്നുള്ളത് എന്താണ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ എന്താണ് ഇവിടെ പാസ്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. പ്രസന്റ് ആണെങ്കിലാണ് എന്ത് സിംഗുലറും പ്ലൂറലും വരുമ്പോൾ ഹാവ്, ഹാസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അത് നോക്കി പഠിക്കുക കേട്ടോ. ഇവിടെ എന്താണ് പാസ്റ്റ് ആവുമ്പോൾ ഇവിടെ ഹീയും ഷീയും സിംഗുലറും പ്ലൂറലും എന്താണ് അത് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഹാഡാണ് വരിക. ഓക്കെ. അപ്പൊ എന്താണ് പോയിട്ടുണ്ടായിരുന്നു ഉള്ളത് ഹാഡ് ഗോൺ, എന്താണ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഹാഡ് കം, ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഡ് ഡൺ. പിന്നെന്താണ് കളിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളത് എന്താണ് ഹാഡ് പ്ലേഡ് അല്ലെ. പിന്നെന്താണ് പിന്നെന്താ പറയാ നമുക്ക്, പിന്നെന്താ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ ഹി ഹാഡ്. ടീച്ചറാണ് പഠിപ്പിക്കുക അല്ലെ. അതിന്റെ V3 ഫോം എന്താ ടീച്ച്, ടോട്ട്, ടോട്ട് അല്ലെ. അപ്പം ഹി ഹാഡ് ടോട്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഹി ഹാഡ് ടോട്ട് അല്ലെ. അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഹി ഹാഡ് ടോട്ട്, അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ ഷീ ഹാഡ്. റൈറ്റിന്റെ പാർട്ടിസിപ്പിൾ എന്താ V3 ഫോം റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലെ. അപ്പൊ എന്താണ് ഷീ ഹാഡ് റിട്ടൺ, അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ല അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാ, അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളത് ഹി ഹാഡ് റെഡ് അല്ലെ. റീഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് റെഡ് അല്ലെ. അപ്പൊ എന്താണ് അവൻ വായിച്ചിട്ടുണ്ടായിരുന്നത് ഹി ഹാഡ് റെഡ് അല്ലെ. ഇനി അവർ വായിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ പറയാ ദേ ഹാഡ് അല്ലെ. ദേ ഹാഡ്
റെഡ് അല്ലേ. റീഡിൻ്റെത് നമ്മൾ എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ സ്പെല്ലിംഗ് സെയിം തന്നെയാണെങ്കിലും വായിക്കേണ്ടത് എന്താണ്, റീഡ് എന്നുള്ളത് എന്താണ്, സ്പെല്ലിംഗ് സെയിം ആണ് അല്ലേ, പക്ഷെ വായിക്കുക എന്താണ് റെഡ് എന്നാ അല്ലേ. റീഡ് റെഡ് റെഡ് അല്ലേ. അപ്പൊ എന്താണ് ദേ ഹാഡ് റെഡ് അല്ലേ, വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളത്, ദേ ഹാഡ് പ്ലേഡ് അല്ലേ. പിന്നെന്താണ് അവർ പോയിട്ടുണ്ടായിരുന്നു ഉള്ളത് എങ്ങനെയാണ് പറയാ, ദേ ഹാഡ് ഗോൺ അല്ലേ. അങ്ങനെ ഇങ്ങനെ ഓരോ വെർബ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ, പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക, നമ്മളിപ്പോൾ ദിവസവും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ വാക്കുകളൊക്കെ എന്താക്കുക, അത് വെച്ച് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്താക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക. നിങ്ങൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് എന്താക്കുക, ഓരോ വാക്കുകളും കൊണ്ടുവരിക. ആരും ഒന്നും കളിയാക്കുകയൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. അപ്പം നമ്മളെ മൈൻഡിലേക്ക് എന്ത് വരും, നമുക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാനുള്ളത് വരും കേട്ടോ. അപ്പം എന്താണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പോൾ ഓരോ മീനിങ്ങും പഠിച്ചു വെക്കണം ഓരോ കാര്യത്തിൽ അല്ലേ. എന്താ വെച്ചാൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ, ടോട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുകയാണ്, റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലേ. റിട്ടൺ എന്ന് പറഞ്ഞാൽ ഹാഡ് റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഓരോന്ന് നമ്മൾ എന്താണ് മൈൻഡിൽ വെക്കുക, അതിൻ്റെ മീനിങ്ങും ഇതൊക്കെ കേട്ടോ. അപ്പം നന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ എന്താക്കാൻ പറ്റും, നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അർത്ഥം ഹാഡ് അല്ലേ. അപ്പോൾ ഐ ഹാഡ് എ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈസിക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇനി വെർബാണ് വരുന്നതെങ്കിൽ വെർബിൻ്റെ തേർഡ് ഫോം അല്ലേ, എന്താണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് റിട്ടൺ അല്ലേ. ഐ ഹാഡ് റെഡ് അല്ലേ, വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പറയുകയാണെങ്കിൽ എന്താണ് ഐ ഹാഡ് റിട്ടൺ അല്ലേ. അങ്ങനെ പറഞ്ഞ് നമുക്ക് എന്താക്കാൻ പറ്റും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ സിമ്പിളാണ്, ഇംഗ്ലീഷ് വലിയ ടഫൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായതൊക്കെ എഴുതി വെക്കുക കേട്ടോ. എപ്പോഴും നമുക്ക് യൂട്യൂബ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങളെ മൈൻഡിലേക്ക് ഇങ്ങനെ അതിൻ്റെ മീനിങ് ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ മീനിങ് കൊണ്ടുവരുമ്പോൾ എന്താക്കും, നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക്